ഈ ഫാർമ ശരിക്കും പറഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ ഒരു മെഡിക്കൽ ത്രില്ലറോ അങ്ങനെ ഒരു ത്രില്ലർ ജോണറിലുള്ള ഒരു സീരീസേ അല്ല. ആക്ച്വലി ഇതൊരു സോഷ്യൽ ഡ്രാമ എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ഒരു KP വിനോദ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒരു കഥയാണ്. അതുകൊണ്ട് സ്റ്റോറി ഓഫ് എ സെയിൽസ്മാൻ എന്നാണ് നമ്മളിതിനെ ഷോർട്ടായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ട്രെയിലറിൽ സ്റ്റാർട്ടിങ് കാണിക്കുമ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരു നിവിൻ പോളിയാണ്. അതിൻ്റെ ഹെയർ സ്റ്റൈലും ഷർട്ടും എല്ലാം വ്യത്യാസമുണ്ട്, കണ്ണാടിയൊന്നുമില്ല. പിന്നെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും സ്പെറ്റ്സ് ആവുന്നുണ്ട്, ഹെയർ സ്റ്റൈൽ മാറുന്നുണ്ട്, കളർ പാലറ്റ് പോലും ഫുള്ളി ചേഞ്ച് ആവുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അതങ്ങനെയാണ്. ആള് ഇപ്പം വന്ന് ജോയിൻ ചെയ്യുന്നു, പിന്നെ അതിന് ശേഷം ആള് പ്രൊമോഷനായി ആളുടെ അടിയിൽ വേറെ അയാളെ പോലെ തന്നെയുള്ള ആൾക്കാർ വരുമ്പോൾ ഉള്ള ആ ഒരു രണ്ട് ഡിഫറൻസും അന്നേരം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ആൾക്കാർക്ക് ഉണ്ടാകുന്നതെന്നുള്ളൂ ആ ഒരു മൊത്തത്തിലുള്ള സറൗണ്ടിങ്സിലുണ്ടാകുന്ന കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയും കൂടെ ഉണ്ട്. അതിനകത്ത് രണ്ട് കാലഘട്ടമാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഈ കാലഘട്ടത്തിന്റെ ഗ്യാപ്പായിരുന്നു, അതായത് ഇവർക്ക് ഒന്ന് റെഡി ആവാനുള്ള ഒരു ടൈമായിരുന്നു ഈ 2 വർഷം 3 വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മൾട്ടിപ്പിൾ ഷെഡ്യൂൾസ് ആയിട്ടാണ് ഈ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത്. പിന്നെ നിവിൻ തന്നെ എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് ഈ സീരീസ് ചെയ്യുമ്പം തന്നെ ഹീസ് എ ഫ്രണ്ട് ലൈൻ ഇവിടുത്തെ ഒരു സ്റ്റാർ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഫിലിം കമ്മിറ്റ്മെൻറ്റ്സ് പലതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സംസാരിച്ച് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഒരു ബോൾഡായിട്ടുള്ളൊരു മൂവാണ് നിവിൻ പോളി ആസ് എൻ ആക്ടർ. കാര്യം അത്രയും ഫ്രണ്ട് ലൈൻ നിൽക്കുന്ന ഒരാൾ വൈ ഷുഡ് ഐ ഡു എ സീരീസ് എന്ന് ചിന്തിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു സബ്ജക്റ്റ് കേട്ടതിന് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തുള്ളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ആൾക്കാർ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ ലെറ്റ്സ് ഡു ദിസ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നിവിൻ.